അറ്റൻഷൻ ഒരു മാർക്കറ്റായിട്ട് ഒരു 70 years നമ്മൾ ആൾക്കാർ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് തുടങ്ങുന്നത്. ബട്ട് റൈറ്റ് നൗ നമുക്ക് ഫോൺ വന്നതുകൊണ്ട് ആൾക്കാരുടെ ഐബോൾ നമുക്ക് മാർക്കറ്റിങ്ങിൽ പിടിച്ചേ പറ്റും. ലൈക്ക് സോ യു കം അപ്പ് വിത്ത് ക്യാപ്ഷൻസ് വിച്ച് ആർ വിയേർഡ് ആൻഡ് സംടൈംസ് നിങ്ങളുടെ സോളിന് തന്നെ തോന്നില്ലേ, ഇത് വേണമെന്ന് തോന്നില്ലേ. വി കം അപ്പ് വിത്ത് സോങ്സ് ദാറ്റ് ആർ വിയേർഡ്, വി കം അപ്പ് വിത്ത് ആക്ഷൻ സീൻസ് ദാറ്റ് ആർ വിയേർഡ്, ഡയലോഗ്സ് ദാറ്റ്, സോ ദാറ്റ് സഡൻലി നമുക്ക് ആൾക്കാരുടെ അറ്റൻഷൻ അങ്ങ് ഹുക്ക് ചെയ്യണം, അവരുടെ ഐബോൾ നമുക്ക് കിട്ടണം. ആ ഐബോൾ കിട്ടിക്കഴിഞ്ഞിട്ട് ദെൻ അതിന് ചുറ്റും നമ്മൾ ഒരു കോണ്ടന്റ് ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു കുറേ കാലം സിനിമയിൽ. ഇപ്പോൾ ആ കണ്ടന്റും വേണ്ട, നമുക്ക് ഈ ഐബോൾ കിട്ടണം, വീണ്ടും കിട്ടണം, ഡോപ്പമീൻ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ആൾക്കാർ നമ്മുടെ മെറ്റീരിയലായിട്ട് ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള മെറ്റീരിയലിന് എലീറ്റ് ഒരു തോട്ടിൽ പറയുന്ന പോലെ പോയട്രി വേണം, അതിന് ഒരു ഫിലോസഫിക്കൽ ആംഗിൾ വേണം, അതൊന്നും വേണ്ട. ലൈക്ക് നമുക്ക് ഐബോൾ കിട്ടിയാൽ മാത്രം മതി. ഐബോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് കൂടി മണി കൂടും. വി ആർ ഇൻ ദാറ്റ് സ്പേസ് റൈറ്റ് നൗ. എവറി വൺ ഈസ് ഫൈറ്റിംഗ് ഫോർ ദാറ്റ് റിയൽ എസ്റ്റേറ്റ് റൈറ്റ് നൗ. ഇത് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മളൊരു സ്റ്റാൻഡേർഡിനെ എങ്ങനെ എഫക്ട് ചെയ്യും ഈ ഒരു ഐബോൾ കാച്ചിങ് പ്രോസസ്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എഗെയിൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മൾ ഭയങ്കര ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കിയൽ കോൺവെർസേഷനിലോട്ട് പോകും. ഇപ്പം എൻ്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, പക്ഷേ സ്റ്റിൽ സ്റ്റാൻഡേർഡ് പോലും വേണ്ട. എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, ഐബോൾ ക്യാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഐബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഐബോൾ ക്യാച്ച് ചെയ്യാം. നമ്മൾ സ്നാപ്പിലൊക്കെ അപ്പോൾ റീൽസ് കം ഔട്ട് വെയർ ദേ സേ ദാറ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ ലൈക്ക് ദിസ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതാണ്. ആൻഡ് ഇൻ ദ വീഡിയോ പറയുന്ന ക്വാളിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം എഗെയിൻ ബേസ്ഡ് ഓൺ അപ്ബ്രിങ്ങിങ്ങും ബേസ്ഡ് ഓൺ യുവർ പ്രിവിലേജും ഒക്കെയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം ചായ ഉണ്ടാക്കാൻ പറയുന്ന വീഡിയോയും ചെയ്യാൻ പറ്റും, നമുക്ക് ഗോദ്രയിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഒന്നും പറയാൻ പറ്റും. ഇതിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ടേസ്റ്റാണ്. പക്ഷേ ഐബോൾ ഗ്രാബ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ അല്ലേ 10 years പോസ്റ്റ് കോവിഡ് അത് ഭയങ്കര ഷാർപ്പായി. കാരണം ദിസ് ഈസ് അപ്ലൈഡ് എവ്രിവെയർ. ഇപ്പോൾ പണ്ട് നമ്മൾ ദിസ് വാസ് ഓൾറെഡി ദെയർ ഇൻ ദി അഡ്വർടൈസിങ് ഇൻഡസ്ട്രി. ലൈക്ക് യു ആർ സെല്ലിംഗ് ബർഗേഴ്സ് ബട്ട് യു പുട്ട് എ സെമി ന്യൂഡ് വുമൺ ഓൺ എ ബർഗർ. അപ്പം മെന്നാണ് ബർഗർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂഡ് വുമണിനെ നോക്കും, എന്നിട്ട് അതിൻ്റെ സൈഡിൽ ബർഗർ നോക്കും, അങ്ങനെ കാർസ് സെല് ചെയ്യുന്നത്. ലൈക്ക് ദിസ് വാസ് ഓൾവേസ് ദെയർ എന്ന്. അല്ലെങ്കിൽ സെക്ഷുവൽ ഇൻവിൻഡോസ് പുഷ് ചെയ്തിട്ട് നമ്മൾ മാപ്പ് ചെയ്ത ആൾക്കാരെ കൊണ്ട് ഇത് കാണിക്കുന്നതൊക്കെ, ദാറ്റ്സ് ഹൗ ഐറ്റം സോങ്സ് കെയിം ഇൻ ടു പ്ലേ ആൻഡ് ഓൾ. ദാറ്റ്സ് അനദർ സ്റ്റോറി ഫോർ അനദർ ഡേ. പക്ഷേ അപ്പോൾ ഇത് വാസ് ഓൾവേസ് ദെയർ. നൗ വാട്ട് വി ആർ ഡൂയിങ് ഇസ് യു ഡൂയിങ് ഇറ്റ് എവറി സെക്കൻഡ്, എവറി 6 seconds 4 seconds ആണ് അറ്റൻഷൻ സ്പാൻ്റെ ആ ഒരു സാധനം. എവറി 6 seconds യു ഹവ് ടു കം അപ്പ് വിത്ത് സംതിങ് ഇൻട്രസ്റ്റിംഗ് സോ ദാറ്റ് പീപ്പിൾ ലിസൺ ടു അവർ ഫിലിംസ്. ആൻഡ് യു ഡൂ ഇറ്റ് ബൈ എല്ലാം നല്ല മാർവലിൻ്റെയൊക്കെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ഓൾസോ ആവാസവ്യൂഹം ആക്ച്വലി NS മാധവനെ പോലുള്ള ഒരാള് once in 10 years comes a film that pushes the boundaries of film making. And in 2012 it was Ship of Theseus and 2022 it was ആവാസവ്യൂഹം. അതെ. ആൻഡ് NS മാധവൻ്റെ ഹിഗ്വേറ്റയുടെ അകത്തൊരു കഥ ഞാൻ അഡാപ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ കാലമായിട്ട് വിചാരിച്ചോണ്ടൊക്കെ ഇരുന്ന സമയത്താണ് പുള്ളി ഇത് പറയുന്നത്. ഓ മാൻ, ആൻഡ് ദെൻ ഐ ഡോണ്ട് നോ ഹൗ ടു റിയാക്ട്. കാരണം ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ലൈക്ക് എന്തോ യു വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് വേവ് ആൻഡ് ദ പെർഫെക്റ്റ് ജോബ് ആൻഡ് വെൻ ഇറ്റ് സ്ട്രൈക്സ് യു കുഴപ്പമില്ല എന്നൊരു ഫീലിംഗ് ഒരു ദിവസത്തേക്ക് വരും കേട്ടോ. ഇപ്പോൾ ആവാസവ്യൂഹത്തിന്റെ ആ ഒരു യു ഇമ്മീഡിയറ്റ്ലി വാണ്ടഡ് ടു ക്യാഷ് ഇൻ ഓൺ ആവാസവ്യൂഹം ആൻഡ് പെട്ടെന്ന് തന്നെ പുരുഷപ്രേതം ചെയ്യാനുള്ള തീരുമാനം എടുത്തില്ലേ? സോ വൈ ഡിഡ് യു ചൂസ് പുരുഷപ്രേതം? കാരണം അത് ഫാർ മോർ ആക്സസിബിൾ ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണോ? ലൈക്ക് ഡു യു ഓൾറെഡി ഹാവ് ഐഡിയാസ് ലേഡ് ഔട്ട് ആൻഡ് അതിൽ നിന്ന് പറഞ്ഞാൽ എടുക്കുമായിരുന്നോ? അല്ല, പുരുഷപ്രേതം വി ആർ ട്രൈയിങ് പുരുഷപ്രേതം സിൻസ് 2018. ആവാസവ്യൂഹം കെയിം ഇൻ ബിറ്റ്വീൻ. അങ്ങനെയാണ് നമ്മൾ സീരീസ് അതിന് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പം സീരീസിൽ ഇപ്പം ആവാസവ്യൂഹത്തിൽ യു സീ ദാറ്റ് ദ brother gets killed and the younger brother takes revenge. That is there in series also. The brother gets killed and the younger brother takes revenge. പക്ഷേ that idea is taken from the series. ഞാൻ വിചാരിച്ച സീരീസ് നടക്കത്തില്ല. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാം നമ്മൾ നടക്കാത്ത പരിപാടികൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വൻ സാധനം വരുമ്പോഴത്തേക്കും അടിക്കുക എന്നുള്ള കോൺസെപ്റ്റ് മാറി. ലൈക്ക് ഐ യൂസ് ഇറ്റ് ബിക്കോസ് വി ഓൾ ഡൈ ആൻഡ് കോവിഡ് വന്നു, ആൾക്കാരൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മരിച്ചു തുടങ്ങി. ദ പെർഫെക്റ്റ് ഫിലിം ക്യാൻ നെവർ ബി മെയ്ഡ് ബിക്കോസ് വി മൈറ്റ് എൻഡ് അപ്പ് നോട്ട് ബീയിങ് ദെയർ ഫോർ ദറ്റ് ഫിലിം. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഐഡിയാസൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കും, എന്നിട്ട് വേറെ സാധനം എടുക്കും. അപ്പോൾ അത് ഓണായി.
ഇപ്പോൾ പുതിയൊരു ഐഡിയ അവിടെ കൊണ്ടുവരണ നോ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഇത് നമ്മൾ കുറച്ച് റിവ്യൂവേഴ്സിൻ്റെയും കുറച്ച് സ്ട്രോങ് ആയിട്ട് ടെക്സ്റ്റ് പറയുന്ന ആൾക്കാരുടെയും ഒക്കെ അവരുടെ ഒപ്പീനിയൻസ് മാത്രമല്ലാതെ അത് കുഴപ്പമില്ല, ഇത് രണ്ടും അതാണ്. പക്ഷേ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഡിഫറെൻ്റ് എന്നുള്ളൊരു തോട്ടിൽ പോകും. കാരണം ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന മുറിയിൽ ആരും റിവ്യൂ എഴുതുന്ന ആൾക്കാരില്ല. ഞാൻ മെനിങ്ങാന്ന് രാത്രി ഹാങ് ഔട്ട് ചെയ്ത് ആരും റിവ്യൂ എഴുതത്തില്ല. ലൈക്ക് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും സിനിമ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ റിവ്യൂ എഴുതുന്ന ആൾക്കാരുടെ റിവ്യൂ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പാനിക്കാണ്. അതപ്പോൾ അതും വിട്ടിട്ട് ഞാൻ അങ്ങനെ എല്ലാവർക്കും കീപ്പ് റിപ്പീറ്റിംഗ് ഐഡിയാസ്. ബട്ട് നൗ ഐ ആം സ്റ്റക്ക് വിത്ത് 2 ഫിലിംസ് വിച്ച് ഹാവ് സിമിലർ ഐഡിയാസ്. ഇത് എൻ്റെ ജോലിയല്ലേ, ഇത് സിമിലർ അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇത് ഡിസ്കവർ ചെയ്ത പോലെ കുറേ പേര് എഴുതും. പക്ഷേ ഇത് നൗ ഐ വിൽ മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ്. അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം പുരുഷപ്രേതം വാസ് ഓൾറെഡി ആൻ ഐഡിയ. Like we were making it, but Ajit was supposed to direct it. My writer was supposed to direct it, and then he said, "Can you direct it?" And I made it into a fun film. Ajitinte കുറച്ചുകൂടെ സീരിയസ് ആണ്. ഈ ഡാർക്ക് ഹ്യൂമർ പരിപാടി ഉണ്ട്, പക്ഷേ ഇറ്റ്സ് എ ഡാർക്ക് ഹ്യൂമർ ലൈക്ക് ഇത് ഒരു 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 ഹോളിവുഡ് ഡാർക്ക് ഹ്യൂമർ പടമോ അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ ഡാർക്ക് ഹ്യൂമർ പടമൊക്കെ പോലെ ഉള്ളൊരു പരിപാടി. ഞാൻ അതിനെ കുറച്ചുകൂടെ മലയാളി ഡാർക്ക് ഹ്യൂമറിൽ ഒരു ഹീറോ വർഷിപ്പിങ്ങിനെയൊക്കെ വെച്ചിട്ടൊക്കെ ഒരു സംഭവം. അജിത്ത് വാസ് ഓൾസോ ദെയർ ഇൻ ദാറ്റ് പ്രോസസ്. അയാളുടെ ബ്രെയിനാണ്. പക്ഷേ ഞാനത് കോമഡിയാക്കി, ഭയങ്കര കോമഡിയാക്കി, സില്ലിയാക്കി. അപ്പോൾ അത് കാരണം പുരുഷപ്രേതത്തിന് ആക്സസിബിലിറ്റി കൂടി. പ്രശാന്തിന്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ ഒരു മരണം ഒരു കോൺസ്റ്റന്റ് തീമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട്, എന്തെങ്കിലും കാരണം ഉണ്ടോ? ഇല്ല, എനിക്ക് ഒരു ട്രിലജി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മരണം ട്രിലജി ഉണ്ട് കോൺസെപ്ച്വലി. വൃത്താകൃതിയിലുള്ള ചതുരം, പുരുഷപ്രേതം ആൻഡ് വൺ മോർ. അതൊരു അബൌട്ട് ബോഡീസ് ആൻഡ് ഡെഡ് ബോഡീസ് ഒക്കെയാണ്. അപ്പോൾ ഡെത്തും അതിൻ്റെ റിച്വൽസും അതിൻ്റെ ഒരു ലോസും അതിൻ്റെ ഗ്രീവൻസും അതിൻ്റെ ഗ്രീഫുമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതും നമ്മുടെ ഫാമിലീസിലും അത് പ്രോസസ്സ് ഇസ് സോ അത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ന്യൂറോ കെമിസ്ട്രി മാറുന്നത്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മാറുന്നതൊക്കെ ഡെത്തിനായിട്ട് അനുബന്ധിച്ച്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വേ ഡെത്ത് ഇസ് taken in a societal hierarchical way, the way death is a part in capitalism. നമുക്ക് ക്രിമേറ്റ് ചെയ്യണമെങ്കിലുള്ള പൈസ, പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിലുള്ള, അപ്പോൾ ഇത് എല്ലാം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഡെത്ത് ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് ഒരുപാട് ഫിലിം മേക്കേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡോൺ പാൽത്തറ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ലിജോ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടേഴ്സ് നെയിം ഇസ് ഓൾസോ വിപിൻ ആണ്. അപ്പോൾ ആ വ്യസന സമയത്തിൽ ഡെത്ത്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ ചുറ്റിപ്പറ്റി കുറേ ഡാർക്ക് ഹ്യൂമർ ഈസിലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഡെത്തിൻ്റെ ഇത് എക്സ്പ്ലോർ ചെയ്തത്. ആൻഡ് ഐ വാസ് ഓൾസോ ഗോയിങ് ത്രൂ ദ ലോസ് ഓഫ് സംബഡി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ഓഫ് us. ആൻഡ് അപ്പോൾ അതിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഉള്ളത് നോക്കി. പുരുഷപ്രായത്തിൽ എത്തിയപ്പോഴത്തേക്ക് അജിത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ ബോഡിയില്ലേ, അപ്പം ഡെത്ത് മാത്രമല്ല, ഇന്ന് ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ മോർഫോളജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അനറ്റോമിക്കൽ ചേഞ്ചസുകളും ഡീഗ്രഡേഷനും, ഈ മനുഷ്യൻ തവളയാവുന്നതും കയ്യിൽ നിന്ന് പൂ വരുന്നതും, ഇങ്ങനത്തെ ആർട്ട് അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര മാജിക്കൽ റിയലിസത്തിൻ്റെ തുടക്കമൊക്കെ. അപ്പോൾ അത് ഡെത്തിൻ്റെയൊക്കെ ഒരു ഇന്റർഫേസിൽ വരും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ലെൻസിലൂടെ മാത്രം നോക്കിയിട്ട് ഒരു സിനിമയെ ജഡ്ജ് ചെയ്യുക, പ്രോസസ്സിനെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ക്രിറ്റിക്സുകളുണ്ട് ഹു ആർ ലുക്കിംഗ് അറ്റ് എവറി ഫിലിം ഇൻ ദാറ്റ് ആംഗിൾ. അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലെന്ന്. ഇത് പിന്നെ അവരുടെ ദാറ്റ്സ് ദ വേ ദേ ആർ എക്സ്പോസ് ടു ദിസ് ആർട്ട് എന്ന്. അവരതിൽ ഈ കറക്റ്റ്നെസ് മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ ഇതിനെക്കുറിച്ചേ അല്ലായിരിക്കും. സിനിമയെ മിസ് ചെയ്യാണ്, സിനിമയെ മിസ് ചെയ്തിട്ട് ഈ ലെൻസ് മാത്രം. ഇല്ല, ദേ ഹാവ് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റഫ് എന്ന്. ഞാൻ അവരുടെ കാര്യത്തിലൊന്നും അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടൊക്കെ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ട് സിനിമാറ്റോഗ്രാഫി കൊള്ളാം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് പലതിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പം ചില ഫിലിം മേക്കേഴ്സൊന്നും അത്രയും അവെയറും സെൻസിറ്റീവ് ഒന്നും ആയിരിക്കത്തില്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അവെയർ വരുന്നത് നമുക്ക് നിറയെ നല്ല വിദ്യാഭ്യാസവും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും നല്ല സൗഹൃദമൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ അല്ലെങ്കിൽ നമ്മൾ ഡിപ്രൈവ്ഡ് ആയിരിക്കണം. നമ്മൾ സഫർ ചെയ്തിട്ടുണ്ടെങ്കിലും
നമുക്ക് ഈ പൊളിറ്റിക്കലി ഇത് വരാൻ പറ്റും. അല്ലാതെ നല്ല ഒരു 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 മിഡ് ലെവൽ പ്രിവിലേജിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ നിങ്ങളുടെ പ്രശ്നം നമുക്ക് വലിയ മാറ്ററൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ എമ്പത്തറ്റിക് ആവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാലോ അതെന്ത് പ്രശ്നമാണ്, നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അപ്പോൾ നമ്മൾ സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിന് എനിക്കറിയാമെന്നുള്ള ലെവലിൽ എനിക്ക് പറയാൻ പറ്റും. എനിക്കതിൻ്റെ കറക്റ്റ് ഒരു കോർ ലെവലിലൊന്നും അറിയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ വെൻ ഐ ഹാഡ് എ കിഡ്, നമ്മൾ കിഡ് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ വൈഫ് അണ്ടർഗോ ചെയ്യുന്ന പ്രഷറുകളുണ്ട് ബിക്കോസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ബിക്കോസ് ഓഫ് ദി ഇമ്മീഡിയറ്റ് ഫാമിലി. അതൊക്കെ എനിക്ക് കാണാനേ പറ്റും. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ കാണുന്ന ലെവലിൽ നിന്ന് എഴുതുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മാക്സിമം വരത്തില്ല. അപ്പോൾ ഈ ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ലല്ലോ. നമുക്കിവിടെ കുറച്ച് സ്ത്രീകളെ അഭിമാനിച്ചളാൻ എങ്ങനെ ഒരു ഡയലോഗാണ് എന്ന് പറഞ്ഞാൽ ആരും ഒരു ടേബിളിൻ്റെ ചുറ്റും പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് ദാറ്റ്സ് ദ വേ ദേ സീ വുമൻ. അവരങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്. പക്ഷേ അത് അവർ കാണുന്നത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്ബ്രിങ്ങിങ് നോക്കണം, അവരുടെ ചൈൽഡ്ഹുഡ് നോക്കണം, അവരുടെ വീട്ടുകാരെ നോക്കണം, അവർ ഏത് സ്കൂളിൽ പഠിച്ചാൽ നോക്കണം, അവരുടെ ഫ്രണ്ട് സർക്കിൾ നോക്കണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ ഫാക്ടർ ദാറ്റ് ഇസ് ഡിറ്റർമിനിങ്. അപ്പോൾ ഇത് സിനിമകളിലൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും. വേഗ ആൻസറില്ല, ഞാൻ ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ് ആണ് പറഞ്ഞത്. ഞാൻ വെരി കെയർഫുള്ളാണ്. അപ്പോൾ 4.5 വന്നപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സ്കേഡ് ആയിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം 4.5 ഇസ് മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആൻഡ് ഓൾസോ 4. അങ്ങനത്തെ ഗുണ്ട സംഘങ്ങൾ കൊച്ചി തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു അങ്ങനത്തെ ഉണ്ട്. അപ്പം അതിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണ് 0.5 ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൂങ്ങ 0.5 ആക്കി. പക്ഷേ മൂങ്ങ ഇസ് ദ മോസ്റ്റ് പവർഫുൾ, മോസ്റ്റ് സ്മാർട്ടസ്റ്റ് ഗൈ ഇൻ ദ ഗ്രൂപ്പ്. അപ്പം ഈ പേരിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ യു ആർ നോട്ട് സീയിങ് ദ ബിഗർ പിക്ചർ എന്ന് പറയും.